കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും എല്ലാവർക്കും എൻ്റെ നിസ്സീമമായ സ്വാഗതം. നമ്മൾ വ്യാഴാഴ്ച വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. വിഷ്ണുപ്രീതി വരുത്താൻ, ഇപ്പം നമ്മൾ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നത് സർവേശ്വരാണാ ദക്ഷിണേന വസ്തു, സർവേശ്വരകാരകനായിരിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. നമ്മളൊരു ജ്യോതിഷൻ്റെ അടുക്കൽ ആഗതമായാൽ ആദ്യം ജ്യോതിഷൻ കൗടിയൊക്കെ വെച്ച് ആരൂഢിച്ച് നോക്കി അതിൽ രാശിയെടുത്ത് ഈശ്വരാധീനം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ആരൂഢം തടുത്തിട്ടുണ്ടോ, വ്യാഴം മറഞ്ഞിട്ടുണ്ടോ അല്ലേ? ആ വ്യാഴത്തിൻ്റെ പ്രീതി, ജീവിതകാലം മൊത്തവും വ്യാഴത്തിൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തിനും വിജയമുണ്ടാവുള്ളൂ. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതിനാണ് വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതെന്ന് പറയണേ. വ്യാഴാഴ്ച ഒരിക്കലെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. രോഗം ദുരിതമുള്ളവർ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം എടുക്കുക. വ്യാഴാഴ്ച വ്രതം എടുത്ത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ പോവുക, അതുപോലെ ഗുരുവായൂർ പോവുക, ഭഗവാനെ കാണുക. വ്യാഴാഴ്ച അവിടുത്തെ പ്രസാദങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിച്ച് ഒരു ദിവസം ഭഗവത് പാരായണവും ഭാഗവത കഥകളും ഭഗവാന്റെ കഥകളും ഒക്കെ ശ്രവിച്ച് അവിടെ ഇരിക്കുക. അവിടെ ഇരുന്ന് ഏത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിലും, ഏവൂരാണെങ്കിലും തിരുവാറന്മുളയാണെങ്കിലും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് മഹാവിഷ്ണു കേരളത്തിൽ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും പത്മനാഭൻ്റെയൊക്കെ ആയിട്ടുള്ള കഥകൾ കേട്ടിരുന്ന് മുഴുകിയാൽ സമയം പോകുന്നതേ അറിയത്തില്ല. അത്രയ്ക്ക് ഗംഭീരമാണ്. മനസ്സും നമ്മുടെ ശാന്തമാകും, ശുദ്ധമാകും. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന എല്ലാ മാലിന്യങ്ങളും മാറിപ്പോകാൻ ഏറ്റവും നല്ലതാണ് വ്യാഴാഴ്ച വ്രതം. വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ചാൽ ജീവിതകാലം മൊത്തം അത്യന്തമായിട്ടുള്ള ഗ്രഹപ്പിഴകളിൽ നിന്നും എല്ലാം മഹാവിഷ്ണു ഭഗവാൻ കൂടെ നമ്മൾ തോളോട് തോള് ചേർന്നുരുമി നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഭഗവാനെ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിൽ തന്നെയുണ്ട് ഭഗവാൻ, നിങ്ങളിൽ തന്നെയുണ്ട് ഭഗവാൻ, ഓരോരുത്തരിലും ഉണ്ട് ഭഗവാൻ, തൂണിലും തുരുമ്പിലും എല്ലാം ഭഗവാൻ. എല്ലാം ഓരോ ചൈതന്യത്തായിട്ടും ഓരോ കർമ്മമായിട്ടും ഓരോ നിമിത്തമായിട്ടും നമ്മുടെ മുൻപിൽ വന്ന് ധനമായിട്ട് വരാം, ആളായിട്ട് വരാം, അല്ലാതെ വരാം, ഒക്കെ വരുന്നത് ഭഗവാനാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് വേണം നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ഭഗവാനെ അങ്ങോട്ട് ആയുസ് പോകുന്നിടം വരെ ഭഗവാനെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഭാഗവത പാരായണം, അതുപോലെ രോഗദുരിതത്തിലുള്ള ആൾക്കാർക്ക് രോഗമുക്തി ഉണ്ടാകാനും, അതുപോലെ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം കേൾക്കടോ നിർവാചകൽക്കാരണൻ നാരായണൻ ആൽത്തറമുകൾ യോഗസംജ്ഞയാമരുവുമ്പോൾ ബ്രഹ്മാവാദികളായ മുനികൾ സിദ്ധന്മാരും അംഗജാരാദി ദേവഗന്ധർവ വിദ്യാധര കിന്നര പിതൃ നാഗചാരണ അപ്സരോ യക്ഷധര, ഈ ഒരു ഭാഗം നമ്മൾ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ മോക്ഷം ഉണ്ടാവും ഇല്ലേ? നമ്മൾ വൈകുണ്ഠത്തിൽ പോകുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മരണം വൈകുണ്ഠത്തിലേക്കാണ് എത്തിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ? പിതൃവിനെ വൈകുണ്ഠത്തിലേക്കാണ് എടുക്കുന്നതെന്നാണ് പറയുക. അപ്പം അങ്ങനെയുള്ള കീർത്തിയോടും ഒക്കെ വാഴാൻ വ്യാഴാഴ്ച വ്രതം ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയമായ നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.